2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്കുള്ള ദുൽഖറിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. 2023 കിങ് ഓഫ് കൊത്ത എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം ദുൽഖർ മലയാളത്തിൽ നായകനായിട്ടില്ല. ഈ സമയങ്ങളിൽ അന്യഭാഷാ സിനിമകളിലായിരുന്നു താരം ശ്രദ്ധ നൽകിയിരുന്നത്. 2 വർഷത്തിന് ശേഷം DQന്റെ ഹോം കമ്മിങ് ആഘോഷിക്കാൻ ഒരുങ്ങിയാണ് സിനിമാ ലോകം. RDXന് ശേഷം നഹാസ് ഹിദായത്ത് അണിയിച്ചൊരുക്കുന്ന അയാം ഗെയിമിലൂടെ മോളിവുഡിലേക്ക് ദുൽഖർ റീ എൻട്രി നടത്തുകയാണ്. വൻ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഓഗസ്റ്റ് 20 ഓണം റിലീസായി അയാം ഗെയിം തിയേറ്ററിലെത്തുന്നത്. കേരളത്തിലെ പല കിങ് സൈസ് തിയേറ്ററുകളും അയാം ഗെയിമിന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. കേരളത്തിലും പുറത്തും ചിത്രത്തിന്റെ വെല്ലുവിളിയായ ക്ലാഷ് റിലീസുകളാണ് ആരാധകരുടെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് നായകനാകുന്ന ഖലീഫ, നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്നീ ചിത്രങ്ങൾ ഓണം റിലീസായി എത്തുന്നുണ്ട്. കേരളത്തിന് പുറത്ത് അയാം ഗെയിമിന് വെല്ലുവിളി ഉയർത്തിയ ചില ചിത്രങ്ങൾ ഇപ്പോൾ റിലീസ് തീയതി മാറ്റിയതെന്ന പുതിയ വാർത്ത. തെലുങ്കിൽ നാനിയുടെ പാരഡൈസ്, തമിഴിൽ രജനിയുടെ ജയിലർ 2 എന്നിവയാണ് റിലീസിന് അയാം ഗെയിമിനെ ബാധിക്കുമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങൾ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. റീഷേട്ട് ചെയ്യുമെന്ന് വന്നതിനാൽ ജയിലർ 2 സെപ്റ്റംബർ റിലീസിൽ നിന്ന് മാറ്റിയേക്ക് എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന റീഷൂട്ടിനൊടുവിൽ ഒക്ടോബറിലാകും ചിത്രം തിയേറ്ററിലെത്തുക എന്നാണ് കരുതുന്നത്. അതേസമയം ഷൂട്ടിംഗ് പൂർത്തിയാക്കാത്തതിനാണ് പാരഡൈസിന്റെ റിലീസ് വൈകുന്നതെന്ന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മാർച്ചിൽ തിയേറ്ററിലെത്തുമെന്ന് കരുതിയ ചിത്രമായിരുന്നു പാരഡൈസ്. ഈ രണ്ട് ചിത്രങ്ങളും റിലീസ് മാറ്റിയോടെ ദുൽഖറിന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുകയാണ്. പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചാൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും എന്നിവിടങ്ങളിലെല്ലാം അയാം ഗെയിം വൻ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ഒത്തുവന്നാൽ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായി മാറും അയാം ഗെയിം.